ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓക്കെ, ഓൾ സിറ്റ് ഡൗൺ. കുഴപ്പമില്ല. ശരിക്കും ഇതുപോലെ നമ്മുടെ ടീച്ചറിന് ഗുഡ് മോർണിംഗ് പറയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, അത് ഇപ്പോഴും തുടർന്ന് വരുന്ന ഒരു ആചാരം പോലെയാണ്. ഇതേ ഈണത്തിൽ, ഇതേ പിച്ചിൽ, ഇതേ ട്യൂണില് പാട്ട് പാടി വിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും ക്ലാസ് റൂമുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. യെസ്. അപ്പോൾ ഈ ക്ലാസ് റൂമിന്റെ കാര്യം പറയുമ്പോൾ, ടീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വേറെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതാണ്. ഇപ്പൊ പഠനം തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾ ഉഴപ്പാൻ തുടങ്ങുമ്പോൾ ടീച്ചർമാരെ എണീറ്റ് നിന്നിട്ട് പറയും, ഓൾ സ്റ്റാൻഡ് അപ്പ്, റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ, ഹാൻഡ്സ് അപ്പ് ആൻഡ് സിറ്റ് ഡൗൺ. അതെ, ഒരു ചെറിയ എക്സസൈസ് ഒക്കെ കൊടുത്തിട്ട് ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വീണ്ടും ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ടീച്ചേഴ്സ് സ്ഥിരമായിട്ട് പറയുന്ന കുറെ ഡയലോഗുകൾ ഇപ്പൊ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഈ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളെ ഒന്ന് നോക്കൂ, അവർ എത്ര നല്ല കുട്ടികളാണ്. ഈ ക്ലാസ് അതെ, ഇത് മറ്റേ ചന്തയാണോ, ഇത് ഇസ് ദിസ് എ മാർക്കറ്റ് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സൈലൻസ് പ്ലീസ്. അതെ അതെ അതെ, ഉറപ്പായിട്ടും. പിന്നെ അതേപോലെ വേറൊരു ക്ലീഷേ ഡയലോഗ് എന്ന് പറയില്ലേലും നമ്മൾ സ്ഥിരമായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കേൾക്കുന്ന വേറൊരു സാധനമായിരിക്കും, എന്താ ഇത്രയും അലമ്പായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ എന്റെ കരിയറിൽ വേറെ കണ്ടിട്ടില്ല എന്നുള്ളത്. യെസ്, എന്തായാലും ടീച്ചേഴ്സിന്റെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് സെപ്റ്റംബർ 5 എന്ന അധ്യാപക ദിനമാണ്. അപ്പോൾ എന്തായാലും അധ്യാപകരെ ഓർമ്മിക്കുവാനും അവർക്ക് ആശംസകൾ നൽകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടിയുള്ള ഒരു ദിവസമാണെന്ന്. അതെ, സാധാരണ ഈ അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും നമ്മൾ സാധാരണയായിട്ടും സ്വാഭാവികമായിട്ടും വിഷ് ചെയ്യുന്നതും നമ്മുടെ സ്കൂളിലെയും കോളേജിലെയും ഒക്കെ ടീച്ചേഴ്സിനെ ആയിരിക്കും. പക്ഷെ അവര് മാത്രമല്ല നമുക്ക് ടീച്ചേഴ്സ് ആയിട്ട് ഉള്ളത്. ശരിക്കും നമ്മുടെ വീട് തന്നെ ഒരു വിദ്യാലയമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഒക്കെയാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരാണ്. സംഗീതം പഠിക്കണമെന്ന മോഹവുമായി കയറി ചെന്നപ്പോ നമ്മളെ പാട്ട് പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്, വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ്, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതെ, നമ്മുടെ ഈ സ്റ്റിച്ചിങ് സെന്റേഴ്സിലൊക്കെ മറ്റേ തയ്യൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉറപ്പായിട്ടും കാണും. പിന്നെ നമ്മള് ട്യൂഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോ, PSC കോച്ചിങ്ങിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ കോരി ചൊരിഞ്ഞിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകരുടെ സഹായത്തോടു കൂടെ നടന്ന് കയറിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈവൻ നമ്മുടെ ഫ്രണ്ട്സിനെ പോലും ഒരു പക്ഷേ ടീച്ചേഴ്സ് എന്ന് പറയാം. കാരണം നല്ല വഴി, നല്ല മാർഗം പറഞ്ഞു തരുന്നവരെ നമുക്ക് വേണമെങ്കിൽ അവരെയും ടീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരു തരത്തിൽ അധ്യാപകർ തന്നെയാണ്. യെസ്. അപ്പം മനസ്സിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ ജ്വലിപ്പിക്കുക, നമ്മുടെ കഴിവുകളെ വളർത്തുക, നന്മയുടെ പാതയിലേക്ക് നടത്തുക. അക്ഷരങ്ങളും പുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം നന്മയുടെ പാത കാട്ടിത്തരുന്നവരാണ് അധ്യാപകർ. അപ്പോൾ ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് നന്മയുടെ പാത കാട്ടിത്തരുന്ന, നമ്മുടെ വളർത്തി വലുതാക്കുന്ന എല്ലാ അധ്യാപകർക്കും റേഡിയോ മീഡിയ വില്ലേജിന്റെ ഒരു ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്. കൂടെയുള്ളത് RJ വിപിൻ ആൻഡ് ലിലിയ.